ഗൈസ്, അപ്പം ഇന്ന് ഓടിയിട്ട് നല്ല ഇപ്പം ഞാൻ താഴേന്ന് മുകളിലേക്കൊന്ന് ഓടിയതാണ്. അത് കാരണം നല്ല കിടപ്പ്. ഞാൻ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് എവിടെ ശ്വാസം കിട്ടുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ ചക്കട ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിലെ ചക്ക പഴുത്ത് നമ്മൾ ഇവിടെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ബാക്കി നമുക്ക് കുറച്ചൊരു ചക്കയുണ്ട്, അതെടുത്ത് നമുക്ക് ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വന്നോളൂ. ഇനിയിപ്പോൾ അടുക്കളയിൽ കയറണം. ഞാൻ ട്രൈപോഡ് എടുക്കാപ്പോൾ മുകളിലേക്ക് വന്നതാണ്. നമുക്കപ്പോൾ താഴെ പോവാം. അങ്ങനെ അടയുണ്ടാക്കാനുള്ള ചക്ക ഇതേപോലെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. അത്യാവശ്യം ലൈറ്റ് മധുരം ഒരെണ്ണം ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പൊല്ലൊന്നും കളഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ പൊല്ലൊക്കെ കളഞ്ഞത് ഇതേപോലെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാം കുരുവും കാര്യങ്ങളൊക്കെ കളഞ്ഞ് എല്ലാം ഇതേപോലെ സെറ്റാക്കണം. നല്ല മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മധുരമുണ്ട്, പക്ഷേ മഴയൊക്കെ കാരണം അതിൻ്റെ ഒരു എന്താ പറയുക കട്ട മധുരം നമുക്ക് കിട്ടിയില്ല. ഒരു നോർമൽ എന്നും പറയാൻ പറ്റില്ല, അധികം മധുരമില്ല എന്നാൽ അധികം കുഴപ്പമില്ലാത്ത അങ്ങനെ എല്ലാവരും ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒരു കുക്കറിലിട്ട് ഇനി വേവിക്കാൻ പോവുകയാണ്. ഒറ്റ വിസിലടിച്ചാൽ മതി. ആ ഒരു നേരം കൊണ്ട് നമുക്കിത് ശർക്കര ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. സെറ്റായി പോയിട്ട് ഇവിടെ നല്ല മഴയാണ്. സെറ്റായിട്ടില്ല, സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോഴേക്ക് ഇവിടെ നല്ല മഴ പിടിച്ചിട്ടുണ്ട്. എൻ്റെ റോസാച്ചെടികൾ നിങ്ങൾ കാണുന്നു, എല്ലാവരും മഴയത്ത് തന്നെ. അവിടെ അപ്പോൾ ചക്കയും കാര്യങ്ങളൊക്കെ സെറ്റായി തുടങ്ങി. നമുക്ക് ഇല വെട്ടാൻ പോവാം. വാഴയിലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി ഇലകളൊന്നും കിട്ടില്ല. നമുക്ക് വാഴയില കട്ട് ചെയ്യാൻ പോകും. ഇനി നമുക്ക് ഒരേ ഒരു ദുരുദ്ദേശമുള്ളൂ, ഈ വാഴയിലയൊക്കെ വെട്ടി ചക്കട ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഇരുട്ട് മുമ്പ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഞാൻ ഇരുട്ടിലൊക്കെ പോകാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. പേടിയും കാര്യങ്ങളൊന്നുമില്ല. എന്നെ നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അവിടെ ഞാൻ നിൽക്കുന്നുണ്ട് ഗൈസ്. ആരെങ്കിലും ഇട്ടത്ത് വന്നാൽ ഞെട്ടിപ്പോവും. കണ്ടോ ഞാൻ ഇലയായിട്ട് വരുന്നത്. എനിക്ക് കൂട്ടായിട്ട് എനിക്ക് മോൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇനി കഴുകിയെടുക്കാം. നമ്മൾ ഈ ഇല മുമ്പ് പുറത്തൊക്കെ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അകത്ത് കൊണ്ടുവന്നാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇല നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ഇനി ഇതിലേക്കാണ് നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്ത് ഞാൻ ആഡ് ആക്കാൻ പോകുന്നത് കേട്ടോ. എനിക്കിതിൻ്റെ ABCD ഒന്നും വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ 2-3 തവണ ചക്കട ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇഷ്ടമായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ സ്ഥിരം ചക്കട ഉണ്ടാക്കുക എന്നുള്ള പരിപാടി ചെയ്തു തുടങ്ങിയത്. ഏലക്ക എടുത്തിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്, ഈ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ മാറ്റി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ അലിഞ്ഞ് ചേരില്ല. അതുകൊണ്ട് മാത്രം ഞാൻ സെപ്പറേറ്റ് ഒരു ഇച്ചിരി പൊടിയെടുത്ത് അതിലേക്ക് ഈ ബാറ്റർ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ തേങ്ങ എടുക്കുക, പൊതിക്കുക. തേങ്ങ കുലുങ്ങന്തൊക്കെ നോക്കി എടുക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ക്യാമറ വെച്ചിട്ട് വേണം നമുക്ക് വന്ന് എടുക്കാനായിട്ട്. വേറെ ഏത് പൊസിഷനിൽ കൊണ്ടുപോയി വെച്ചിട്ടും കാര്യമില്ല. എൻ്റെ മോനാണ് ഇപ്പോഴത്തെ നിലവിൽ എൻ്റെ ക്യാമറാമാൻ. അവൻ്റെ പാട്ടിനാണ് ക്യാമറയൊക്കെ വെക്കുന്നത് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. എനിക്ക് തേങ്ങയൊക്കെ നല്ലോണം പൊതിക്കാൻ അറിയാം. നിങ്ങൾക്കത് പൊതിക്കണം കാണുമ്പോൾ മനസ്സിലാവില്ലേ. എൻ്റെ മോന് ഈ ക്യാമറ പിടിക്കണതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ കേട്ടോ, അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇവിടുത്തെ തേങ്ങ വെള്ളം കുടിക്കുന്ന എൻ്റെ മോനാണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് അണ്ണീട്ടായിട്ട് കിടക്കുകയുണ്ടോ, ഇത് നിങ്ങൾ നോക്കണ്ട. ഇതേപോലെ തേങ്ങയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കുടിക്കണ നേരത്ത് അവൻ പോയി. ഇത്ര നേരം നമുക്ക് ടൈം ഉണ്ടായുള്ളൂ. പിന്നെ തേങ്ങ ചിരണ്ടിയത് അതിലേക്ക് ഇട്ടും, പൊടിയിട്ട് അതിലേക്ക് ചക്കയും പിന്നെ അതുപോലെ ശർക്കര പാനിയും മിക്സ് ചെയ്തത് അതിങ്ങനെ ഇളക്കി ഇളക്കി ഇതേപോലെ ഞാൻ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മുടെ തട്ടിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഞാനിതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത്. ഞാനൊരു മിക്സിയിൽ ഒരു സംഭവം അടിച്ച് വെച്ചില്ലായിരുന്നോ, അത് ആ മിക്സിയിൽ തന്നെ ഇരിക്കുന്നത്. വെന്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഓരോ ഇലയിൽ ആ ബാറ്റർ എടുത്തിട്ട് ഒന്ന് ഇട്ടേനാ. അങ്ങനെ ആ ഒരു തവണ ഇത് ഫ്ലോപ്പായെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സില്ല അതിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ജസ്റ്റ് വന്നെങ്കിലും നമുക്കത്ര ചക്കട കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ പിറ്റേ തവണയാണ് ഞാൻ ഇതേപോലെ പകലുണ്ടാക്കിയപ്പോഴാണ്
ബാറ്ററിയിൽ അത് ആദ്യം തന്നെ ഇട്ട് ഈ ഒരു കോലത്തിലാക്കി ഉണ്ടാക്കിയത് കേട്ടോ. ഇതേപോലെ പ്രസ് ചെയ്ത് തവണ ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തവണത്തെ ഈ ഒരു തവണ പരിഹരിച്ചാണ് ഞാൻ എൻ്റെ ചക്കട തിന്നാനുള്ള മോഹം അങ്ങോട്ട്